ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ മൊഡ്യൂൾ 1 നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് വരുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സോ വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് എ കമ്പ്യൂട്ടർ? ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡാണ്. ബാക്കി ഈ പറയുന്ന പോലെ മെമ്മറി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ നെയിം എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓവർ ഹ്യൂമൻസ്. ഹ്യൂമൻസിനെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ആക്യുറസി ആൻഡ് സ്പീഡാണ് 2 അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്ത ഹൗ ഡു കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ഇൻ എഡ്യൂക്കേഷൻ. നമുക്ക് ലേണിങ്ങിന്, സിമുലേഷൻസിന്, അതുപോലെ റിസർച്ച്, ഇതൊക്കെ നടത്താനായിട്ട് കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം കോവിഡിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വലിയ തോതിൽ അത് ബാധിക്കാതെ ഇരുന്നത്. അപ്പം ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. സിമുലേഷൻസ് എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സെൻസേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മുടെ ഒരു ലാബിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സിമുലേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റിസർച്ചിനും നമുക്ക് ഒരുപാട് സ്കോപ്പ് ഇപ്പോൾ ഉണ്ട്. നമുക്കിപ്പം സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പിടിയിലാണ്, അല്ലേ? സോ അപ്പം ഓൺലൈൻ റിസോഴ്സസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിനെ എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നു. ഓക്കെ, അടുത്തത് ബാങ്കിങ് സെക്ടറിലുള്ള 2 ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, ATM ഓപ്പറേഷൻസ് തുടങ്ങിയവയാണ്. ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, അതുപോലെ ഹെൽത്ത് കെയറിലാണെങ്കിൽ എന്താണ് പേഷ്യൻ്റ് റെക്കോർഡ് മാനേജ്മെൻറ്റ്, ഡയഗ്നോസ്റ്റിക്സ്, മെഡിക്കൽ ഇമേജിങ് തുടങ്ങിയ എല്ലാം തന്നെ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിൽ, ഹെൽത്ത് കെയറിൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ യൂസ് ഉറപ്പുവരുത്താവുന്ന കാര്യങ്ങളാണ്. അടുത്ത വാട്ട് ഈസ് ദ റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ്സിൽ നമുക്ക് അക്കൗണ്ട്സ് മാനേജ്മെൻറ്റ്, അതുപോലെ ഡേറ്റ അനാലിസിസ്, കൊമേഴ്സ് എല്ലാം കമ്പ്യൂട്ടേഴ്സ് വന്നുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ആൻഡ് ഹൗ ഡു കമ്പ്യൂട്ടേഴ്സ് അസിസ്റ്റ് ഇൻ സയൻറ്റിഫിക് റിസർച്ച്. നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട്, നമുക്ക് സിമുലേഷൻസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ആൻഡ് വി ഹാവ് കൺട്രോളിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോളിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, കൺട്രോളറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതാണ് അതിനകത്ത് വരുന്നത്. കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ യൂസസ് ആണുള്ളത്? ഇമെയിൽ, വീഡിയോ കോൺഫറൻസിങ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജസ്, സോഷ്യൽ മീഡിയ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ്. കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കമ്പ്യൂട്ടറിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷന് പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പരിധി വരെ അതിനെ ഒരുപാട് മേഖലകളിൽ അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, അല്ലേ? ഹൗ ആർ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ഇൻ എൻ്റർടൈൻമെൻറ്റിനകത്ത് നമുക്കറിയാം ഗെയിമിങ്, ആനിമേഷൻ, മ്യൂസിക്, മൂവീസ്, വെർച്വൽ റിയാലിറ്റി, ഇതെല്ലാം എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലുള്ള കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്ടറിലുള്ള യൂസ് എന്താണ്? അത് നമുക്കറിയാം. ഒരുപാട് ഡേറ്റാബേസസ് നമ്മുടെ ഡെയിലി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഒരുപാട് ഡേറ്റാബേസസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ആധാർ, വോട്ടേഴ്സ് ലിസ്റ്റ്, ഇതെല്ലാം എന്താണ് ഗവൺമെൻറ് ഡേറ്റാബേസിലുണ്ട്. എന്നാലേ നമ്മൾ ഈ ആധാർ വെരിഫൈ ചെയ്യുമ്പോൾ ഇതൊക്കെ വെരിഫൈഡ് ആൾക്കാരാണോ, ഓതറൈസ്ഡ് ആളുകളാണോ, ഒറിജിനൽ ആണോ എന്നൊക്കെയുള്ള ചെക്കും കാര്യങ്ങളും നടക്കണം എന്നുണ്ടെങ്കിൽ ഷുഡ് ബി ഡേറ്റ ഇൻ സം ഡേറ്റാബേസസ്, അല്ലേ? അപ്പോൾ അതൊക്കെ ആക്സസ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും യൂസിങ് കമ്പ്യൂട്ടർ തന്നെയാണ്. ഹൗ ഡു കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്സ് ഇൻ വെതർ ഫോർകാസ്റ്റിങ്ങിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ഡേറ്റ അനാലിസിസ് തന്നെയാണ് മേജർ ഫീച്ചർ ദാറ്റ് ഹെൽപ്സ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ്. അപ്പം ലാർജ് ഡേറ്റ സെറ്റ്സിനെ അനലൈസ് ചെയ്ത് വെതർ പ്രഡിക്ഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അടുത്തത് മെൻഷൻ വൺ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഡിഫൻസ്. ഡിഫൻസിലെ മിസൈൽ കൺട്രോൾ സിസ്റ്റംസ്, റഡാർ ട്രാക്കിംഗ്, സിമുലേഷൻ ട്രെയിനിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത വാട്ട് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഇൻ വിച്ച് വിൽ ബിസിനസ്. ഓക്കെ, അവിടെയും പ്രോസസ് ഓട്ടോമേഷനും ഡേറ്റ മാനേജ്മെന്റ് ഒരു മെയിൻ ആസ്പെക്റ്റ് ആണ്. പിന്നെ ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ഫിസിക്കൽ സ്പേസിലാണ് അത് ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. ഫിസിക്കലി നമ്മൾ നോക്കിയ ഒരു ചെറിയ ചിപ്പ് അല്ലെ, ബട്ട് ഇറ്റ് ഹാവ് എ മാസീവ് സ്റ്റോറേജ് കപ്പാസിറ്റി. അപ്പോൾ അതാണ് നമ്മൾ ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. അടുത്ത ഡേറ്റ പ്രോസസ്സിങ് എന്താണ്? റോ ഡേറ്റാനെ മീനിങ്ഫുൾ ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ആക്ച്വലി എന്ത്? ഡേറ്റ പ്രോസസ്സിങ്. ഇനി ഹൗ ഡു കമ്പ്യൂട്ടേഴ്സ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി? നമുക്കറിയാം റെപ്പിറ്റേറ്റീവായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ക്വിക്കറായിട്ട് കമ്പ്യൂട്ടേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. ഇനി ഒരുപാട് നമ്മൾ കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജ് ആണ് ജോബ് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ഓട്ടോമേഷൻ. നമുക്ക് ഓട്ടോമേഷൻ വരുന്നതുകൊണ്ട് ഒരുപാട് പേരുടെ തൊഴിൽ സാധ്യത ഒരു സൈഡിൽ തൊഴിൽ സാധ്യത കൂടുമ്പോൾ കുറേ തൊഴിൽ ഗണ്യമായിട്ട് കുറയുക. അപ്പം തൊഴിൽ സാധ്യത കൂടുന്നു എന്നുള്ളതുകൊണ്ടല്ല, ഇടയ്ക്ക് എന്താണ് കുറവും സംഭവിക്കുന്നു. സോ ജോബ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ disadvantage of computer dependency. How are computers used in transportation? ട്രാൻസ്പോർട്ടേഷനിൽ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ, GPS നാവിഗേഷൻ, ട്രാഫിക് കൺട്രോൾ, ഇതെല്ലാം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിൽ നമുക്കറിയാം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഉണ്ട്, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് ഉണ്ട്. സോ അതെല്ലാം ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിലുള്ള കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ ആവാം, മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇന്റർനെറ്റ് ഗവൺമെന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോണിക് മീൻസ് ഓഫ് എന്താണ് ഗിവിങ് ഓർ പ്രൊവൈഡിങ് ഗവൺമെന്റ് സർവീസസ് ആണ് ശരിക്കും ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുവാണ്. മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ഇസ് ഇറ്റ് സ്പീഡ്. ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ അല്ലാത്തത് ഏതാണ്? എഡ്യൂക്കേഷൻ, മെഡിസിൻ, അഗ്രികൾച്ചർ, സ്ലീപ്പിംഗ്. അടുത്തത് സ്ലീപ്പിംഗ് ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്സ് യൂസസ് കമ്പ്യൂട്ടേഴ്സ് ഫോർ സിമുലേഷൻ ആൻഡ് ഡിസൈൻ? എന്തൊക്കെ ഉപയോഗിക്കും? സിമുലേഷൻ ഉപയോഗിക്കുന്നത് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗിനകത്ത് ഒരുപാട് എക്സ്പെരിമെന്റും കാര്യങ്ങളും വരുന്നതാണ്. അടുത്ത കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ഇൻ ബാങ്കിങ് ബൈ. ബാങ്ക് ചെയ്യുന്ന എങ്ങനെ? കൗണ്ടിങ് ക്യാഷ് മാനുവലി, മാനേജിങ് കസ്റ്റമർ ഡേറ്റ. അത് തന്നെയാണ്, കസ്റ്റമർ ഡേറ്റ മാനേജ് ചെയ്തിട്ടാണ് ബാങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്നത്. വിച്ച് സെക്ടർ യൂസസ് കമ്പ്യൂട്ടേഴ്സ് ഫോർ പേഷ്യന്റ് മോണിറ്ററിങ് ആൻഡ് ഡയഗ്നോസിസ്? ഏത് സെക്ടറാണ്? പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോഴേ അറിയാം ഹെൽത്ത് കെയർ സെക്ടർ ആണ് എന്നുള്ളത്. ഇനി എഡ്യൂക്കേഷനിൽ കമ്പ്യൂട്ടേഴ്സ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇ ലേണിംഗ് ആൻഡ് സിമുലേഷൻ ആണല്ലോ. ആണ്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്? they make errors frequently. അത് നെഗറ്റീവ് ആണ്. സോ cannot be an advantage. സ്ലോലി വർക്ക് ചെയ്യും എന്നുള്ളത് നെഗറ്റീവ് ആണ്. they're accurate and fast, അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ it is that is the answer. Next, the term automation in business means. Automation means എന്താണ്? ഓട്ടോമാറ്റിക്കലി ചെയ്യാണ്. അപ്പം കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്ത് നമ്മൾ റൊട്ടീൻ ടാസ്ക് ചെയ്യുന്നതാണ് ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച്. കാരണം ഒരുപാട് വലിയ ഡേറ്റനെയാണ് അത് മാനേജ് ചെയ്യേണ്ടി വരുന്നത്. വിച്ച് ആപ്ലിക്കേഷൻ യൂസസ് CAD സോഫ്റ്റ്വെയർ? ഡിസൈനിങ് ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലും CAD സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. സോ ഡിസൈനിങ് ബിൽഡിങ്സ് ആൻഡ് മെഷീൻസ് ആണ് ആൻസർ. അടുത്ത കൊമേഴ്സ് ഇസ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫോർ. കൊമേഴ്സ് ആണ്. സോ എന്താണ്? ഓൺലൈൻ ബൈയിങ് ആൻഡ് സെല്ലിങ്, ഷോപ്പിംഗ് പർപ്പസിനൊക്കെയാണ്. കൊമേഴ്സ് എന്ന് പറയുമ്പോഴേ ഓർത്തോണം ഷോപ്പിംഗ് ആപ്പുകളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ലിമിറ്റേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്? ഹൈ ആക്യുറസി, നോ ഫാറ്റിക്, ലാക്ക് ഓഫ് ഇമോഷൻസ്. ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് അല്ലേ. സോ അതാണ് ലിമിറ്റേഷൻ. Next question, computers are used in transport systems for.
എന്തിനു വേണ്ടിയിട്ട്? ട്രാഫിക് കൺട്രോൾ ആൻഡ് GPS നാവിഗേഷൻ. ഇനിയും കമ്പ്യൂട്ടർ സ്റ്റോറേജിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ലാർജ് ഡേറ്റ സ്റ്റോറേജ് ആണ് അല്ലേ, വിത്ത് ഈസി ആക്സസ്. അടുത്തത് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ എഗ്രികൾച്ചറിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനുവലി എന്ന് പറയുമ്പോഴേ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇറിഗേഷൻ മോണിറ്ററിങ് ആൻഡ് ക്രോപ്പ് അനാലിസിസ് ഇപ്പം ശരിക്കും റിസർച്ചിലും ഒരുപാട് ഉള്ളൊരു കാര്യമാണ് ഈ ക്രോപ്പ് അനാലിസിസും ക്രോപ്പ് ഫീൽഡ് അനാലിസിസും കാര്യങ്ങളും ഒക്കെ. സോ അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എന്റർടൈൻമെന്റിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗെയിമിംഗ്, ആനിമേഷൻ, മ്യൂസിക് പ്രൊഡക്ഷൻ. അത് ഓഫ് കോഴ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലോബൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സോ ആൻസർ ബി ആണ്, ഇൻസ്റ്റന്റ് കണക്ടിവിറ്റി ഗ്ലോബലി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇ ഗവേണൻസ്? പാസ്പോർട്ട് സേവാ പോർട്ടൽ ഇ കൊമേഴ്സ് ഗവേണൻസ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ മൂവി സ്ട്രീമിങ്ങും സോഷ്യൽ മീഡിയ ഒന്നും അല്ല, പാസ്പോർട്ട് സേവാ പോർട്ടലാണ്. അടുത്ത ഡിഫൻസിൽ എന്തിനു വേണ്ടിയിട്ടാണ്? വെപ്പൺ കൺട്രോളും സിമുലേഷൻസും. അതൊക്കെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബെനിഫിറ്റ്? ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ, ഹൈ സ്പീഡ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈ സ്പീഡാണ് നമ്മുടെ ബെനിഫിറ്റ്. അപ്പം ഇതിപ്പം നമ്മുടെ അടുത്ത ടോപ്പിക്കിൻ്റെയും കൂടെ പറഞ്ഞ 20 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ അടുത്ത സെക്ഷൻ, അടുത്ത ടോപ്പിക് ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഡു വാച്ച് ഇറ്റ്. നിങ്ങൾക്ക് ഒരു ക്വിക്ക് റെഫറൻസിന് ഈ വീഡിയോസ് കണ്ടാൽ മതിയാകും. പിന്നെ ഇത് അത്ര കൂടുതൽ വരാൻ സാധ്യതയൊന്നുമില്ല. ഇ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് വരാൻ, ഇപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് നമ്മളോട് ചോദിച്ചിട്ട് ഇതെന്ത് മേഖലയിലാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ യൂസോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇ കൊമേഴ്സ് സൈറ്റുകളുടെ 3-4 പേര് വന്നിട്ട് ചിലപ്പോൾ അതിൽ പെടാത്ത ഓഡ് വൺ ഔട്ട് പോലെ നിൽക്കുന്ന എന്തെങ്കിലും ഓപ്ഷൻസ് സെലക്ട് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ അങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട രീതിയിൽ വേണമെങ്കിൽ വരാം. ആപ്ലിക്കേഷൻസ് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത ഈ ഒരു ഇതിനകത്തുണ്ട്. സോ അങ്ങനെയും കൂടെ നിങ്ങൾ ഒന്ന് കണ്ടന്റ് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ബേസിക്സ് മാത്രമാണുള്ളത്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അതിനകത്തോട്ട് കയറാനുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.